29-ാം തീയതി മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെ തിരുനാളിന്റെ അന്ന് മുഖ്യദൂതനായ വിശുദ്ധ റഫായേൽ, മിഖായേൽ, ഗബ്രിയേൽ മാലാഖമാരുടെ തിരുനാൾ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഒരു ഗ്രൂപ്പ് ആൾക്കാര് ഒരു ജീപ്പിൽ പ്രാർത്ഥിക്കാൻ വന്നു. പുരുഷന്മാരായിരുന്നു. ഞങ്ങൾ കുറെ പേര് ഇവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. അവരെന്നെ പുറത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഈ കാണുന്നതെല്ലാം ഒരു ചപ്പടി വിദ്യയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ ദിവ്യ കാരുണ്യത്തിന്റെ അനുഭവമൊക്കെ ഉണ്ടായ സഹോദരിയാണല്ലോ, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ ഈ ദിവ്യകാരുണ്യം എന്താണെന്ന്? അത് വേറൊരു ഗോതമ്പപ്പമ്മ. അങ്ങനെ ദിവ്യകാരുണ്യത്തിൽ അവർക്കില്ലാത്ത വിശ്വാസം അവർ പ്രകടിപ്പിച്ചു. ഞാൻ ശാന്തമായി എല്ലാം കേട്ടിട്ട് അവരോട് പറഞ്ഞു, നമുക്കൊരു 53 മണി ജപം ചൊല്ലാം. നിങ്ങൾ എന്റെ അടുത്ത് മുട്ടുകുത്തണം. എന്റെ അടുത്തല്ല, ദൈവമാതാവിന്റെ മുൻപിൽ മുട്ടുകുത്തണം. നമുക്ക് ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. അവർ പ്രാർത്ഥിക്കാൻ കൂടി. പ്രാർത്ഥിച്ചു. 3-ാം രഹസ്യം കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ഇപ്രകാരം പറഞ്ഞു തന്നു, കുഞ്ഞെ, നീ അവരോട് പറയണം, 5-ാമത്തെ രഹസ്യം, മഹത്വത്തിന്റെ 5-ാം രഹസ്യം ചൊല്ലിത്തീരുമ്പോൾ കണ്ണുകൾ തുറന്ന് ഈ കൈകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറയണം. ഞാൻ അപ്രകാരം പറഞ്ഞു. 4-ാം രഹസ്യം ചൊല്ലി, 5-ാം രഹസ്യം ചൊല്ലി കാഴ്ചവെപ്പ് കഴിഞ്ഞ് അവർ നോക്കിക്കൊണ്ടിരുന്നു. ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഈശോയുടെ മക്കളെ, കണ്ണുകൊണ്ട് കാണത്തക്ക വിധത്തില് തിരുവോസ്തി ഈ വലതു കൈയുടെ ഈ വെള്ളയില് നിറഞ്ഞ് തെളിഞ്ഞു വരുന്ന ഒരു അനുഭവം. അല്പം കനത്തിൽ തന്നെ നിറഞ്ഞ് തെളിഞ്ഞു വരുന്ന, ഓരോരുത്തരും നോക്കുമ്പോഴേക്കും അവർക്ക് തോന്നുന്നത് ഈ തിരുവോസ്തി ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നതായിട്ടാ. ഞാൻ കാണുന്നത് ചുമന്ന നിറത്തില് കട്ടിയിൽ ഇവിടെ ഒരു അടയാളം. അവരത് ഫോട്ടോ എടുത്തു. ഫോട്ടോയിൽ തെളിഞ്ഞതോ വെളുത്ത ഓസ്തിയുടെ നിറം. ആ 8 സഹോദരന്മാരും ഇവിടെ മുട്ടുകുത്തിയിരുന്നവർ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് കരഞ്ഞു പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നു വെളുത്ത ഓസ്തി തിരുവോസ്തിയായി മാറുന്നു, അതിൽ യേശു വസിക്കുന്നുവെന്ന്. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. 97 ഒക്ടോബർ 26-ാം തീയതി ഞങ്ങളുടെ ഇടവക ദേവാലയത്തില് വിശുദ്ധ ബലിക്കായിട്ട് പോയി. അന്നേ ദിവസം അവിടെ കൊച്ചുമക്കളുടെ ആദ്യ കുർബാന സ്വീകരണവും സ്ഥൈര്യലേപനവും നടക്കുന്നൊരു ദിവസമായിരുന്നു. സ്ഥൈര്യലേപനത്തിനും ആദ്യ കുർബാനയ്ക്കുമുള്ള മക്കളെയൊക്കെ ഒരുക്കി നിർത്തിയിട്ട് വിശുദ്ധ കുർബാന തുടങ്ങി. ആ കുർബാന ഒരു പ്രത്യേക അനുഭവമായിരുന്നു. അതായത് ഈശോയുടെ മനുഷ്യാവതാരം മുതൽ മരണവും ഉയർപ്പും വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ബൈബിൾ വഴി അറിഞ്ഞത്, സഭയുടെ പഠനം വഴി അറിഞ്ഞതെല്ലാം സത്യമായിട്ടും സംഭവിക്കുന്നു. നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കണ്ട് അനുഭവിക്കുന്ന ഒരു അനുഭവമായിരുന്നു. സ്ഥൈര്യലേപന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ഗാനം ആലപിച്ചപ്പോൾ അൾത്താര നിറഞ്ഞ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന അനുഭവം ഉണ്ടായി. തുടർന്ന് വിശുദ്ധ കുർബാനയുടെ സ്വീകരണ സമയമായി. അഭിവന്യ മാർ ജേക്കബ് മനന്തോടത്ത് പിതാവ് സ്ഥൈര്യലേപനം മറ്റു കൂദാശ സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധ കുർബാന കൊടുത്തുകൊണ്ടിരുന്നു. പിതാവിന്റെ സെക്രട്ടറി അച്ഛൻ മറ്റുള്ളവർക്ക് വിശുദ്ധ കുർബാന കൊടുക്കാൻ ജനമധ്യത്തിലേക്ക് വന്നു. ഞാനും അവിടെ കുർബാന സ്വീകരിക്കാനായിട്ട് കരങ്ങൾ കൂപ്പി നിന്നു. എനിക്ക് അപ്പോൾ മുതല് രക്തത്തിന്റെ മണം കെട്ടിക്കൊണ്ടിരുന്നു. എനിക്കത് അപ്പോൾ അനുഭവപ്പെട്ടു. പക്ഷെ പിന്നീട് എന്നോട് പലരും പറഞ്ഞു അവർക്കെല്ലാം ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നെന്ന്. വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ ആത്മീയമായി പ്രാർത്ഥിച്ച് ഞാൻ ഒരുങ്ങി. എന്റെ അടുത്തോട്ട് ഈ അച്ഛൻ അടുത്തിങ്ങനെ വരും തോറും ആ കുസ്തോതിയിലുള്ള ഈശോ തിരുവോസ്തി, വെള്ള തിരുവോസ്തി ഇങ്ങനെ ഉയരുന്ന ഒരു അനുഭവമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ചിന്തിച്ചു അതെന്റെ തോന്നലായിരിക്കുമെന്ന്. ബഹുമാനപ്പെട്ട വൈദികൻ പരിശുദ്ധ കുർബാനയെടുത്ത് ഈ അധരത്തിൽ വെച്ചു. അധരത്തിൽ വെച്ചപ്പോൾ ഒരു തീക്കട്ട എന്റെ അധരത്തിൽ വയ്ക്കുന്ന അനുഭവമായിരുന്നു എനിക്ക്. ആ തീക്കട്ട അധരത്തിലിരുന്ന് ചലിക്കുന്നു. ഞാൻ വാ അടയ്ക്കാൻ ശ്രമിക്കുന്നു, എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ ഒരു വലത് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല വാ അടയ്ക്കാൻ. എന്റെ വായ് അടയുന്നില്ല. ഞാൻ തിരിച്ചു നടന്ന് ഞാൻ മുട്ടുകുത്തിയെടുത്ത് എത്തിയപ്പോഴത്തേനും ഈ ജനങ്ങൾ മുഴുവനും കാണുക ഞാൻ വാ തുറന്ന് ഇരിക്കുന്നത്. അവര് കാണുന്നത് എന്തെന്നോ, ഇന്നും ജീവിക്കുന്ന നമ്മുടെ ഈശോ, തിരുവോസ്തിയിൽ ഈശോ
രക്തവും മാംസവുമായിട്ട് മാറിയതായിരുന്നു ഈശോയുടെ മക്കള് കണ്ടുകൊണ്ടിരുന്നത്. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേക്കും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിക്കുന്ന ഈശോ വിശുദ്ധ കുർബാനയിലൂടെ ഓരോ ദൈവമക്കളും വെളുത്ത നിറത്തിലുള്ള തിരുവോസ്തി സ്വീകരിക്കുമ്പോൾ അവിടുത്തെ ഹൃദയം തന്നെ മുറിച്ച് ഓരോ മക്കൾക്കും തരുന്നുണ്ടെന്നുള്ള സത്യം ആദ്യമായിട്ട് ദൃശ്യമായ രീതിയിൽ, മറ്റുള്ളവർക്ക് കാണാവുന്ന രീതിയിൽ, എനിക്കും അനുഭവിക്കാവുന്ന രീതിയിൽ ആദ്യമായിട്ടുണ്ടായ അനുഭവമായിരുന്നു അത്. ജനങ്ങളെല്ലാം കരയാൻ തുടങ്ങി. ഞാനപ്പോൾ ഈശോയുടെ തിരുവിലാവിന്റെ ഹോളങ്ങ് എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ മുഖം അതിലേക്ക് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ജനം കരയുന്നതും ഒക്കെ എനിക്ക് കേൾക്കാം, എന്നോടിത് ഇറക്കാൻ പറയുന്നത് എനിക്ക് കേൾക്കാം. പക്ഷെ എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല. മറ്റൊന്നും ഞാൻ കാണുന്നുമില്ല. ഈശോയുടെ തിരുവിലാവിന് അകത്തായിരുന്നു ഞാൻ. ജീവിക്കുന്ന തിരുവോസ്തി എന്റെ നാവിലിരുന്നു കൊണ്ട് പിടയ്ക്കുന്നത് അനേക മക്കൾ കണ്ട് മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടായി. വിശുദ്ധ കുർബാനയുടെ അവസാനത്തെ ബ്ലെസ്സിങ്ങിന് ശേഷം എന്നെ ബിഷപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഞങ്ങളുടെ വികാരിയച്ഛൻ ഫാദർ ജോസഫ് പുലവേലിയും പിതാവിന്റെ സെക്രട്ടറി അച്ഛനും പിതാവും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, റാണി അത് ഉൾക്കൊള്ള്, ഇറക്ക്. അപ്പോൾ എനിക്ക് ഈശോയെ ഇറക്കാനായിട്ട്, കൺസ്യൂം ചെയ്യാനായിട്ട് സാധിച്ചു. അതുവരെ ഇറക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ തിളച്ച വെള്ളത്തിൽ നിന്ന് ആവി വരുന്നത് പോലെ എന്തോ എൻ്റെ തൊണ്ടയിൽ നിന്ന് വന്നിട്ട് നാവ് പുറത്തോട്ട് തള്ളുമായിരുന്നു. ഞാൻ ആ സമയം മുഴുവനും ഭാഷാവരത്തിൽ സ്തുതിച്ചുകൊണ്ടിരുന്നു. കണ്ട ദൈവമക്കൾ പറയുന്നു, നാവ് ചലിച്ചുകൊണ്ടിരുന്നു. ഓരോ ചലനത്തിലും തിരുവോസ്തിയിൽ നിന്ന് തിരുരക്തം വമിച്ചുകൊണ്ടിരുന്നു. ഒരു തുള്ളി പോലും താഴോട്ട് പോയില്ല. എന്റെ പ്രിയപ്പെട്ട, എന്നെ കേൾക്കുന്ന ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും പ്രിയപ്പെട്ട മക്കളെ, ജീവിക്കുന്ന ദൈവം ഓസ്തി രൂപനായിട്ട് മാംസരക്തമായിട്ട് എല്ലാ മക്കളിലേക്കും വിശുദ്ധ കുർബാനയിലൂടെ കടന്നു വരുന്നുണ്ട്. വിശുദ്ധ കുർബാന പണ്ടെങ്ങോ കഴിഞ്ഞ ഒരു സംഭവമല്ല. ഓരോ ബലിവേദിയിലും സത്യമായിട്ടും അത് ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഈശോ അന്ന് തന്നൊരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തിൽ ഏറ്റവും അവസാനം ഇപ്രകാരം ഈശോ പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമാണിതെന്ന്. സത്യമാണത്. കാരണം ഓരോ അൾത്താരയുടെ വലതുഭാഗത്തും പരിശുദ്ധ അമ്മ സന്നിഹിതയാണ്. എന്തിനാണെന്നോ, നമുക്ക് വേണ്ടി തന്റെ സ്വന്തം മകനെ ഈശോയെ മുറിച്ച് വിളമ്പിത്തരാനായിട്ട്. ജീവിതം വഴിയെറ്റുപോയി, വഴി മുട്ടിപ്പോയി, ജീവിതം പാപക്കയത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ, ഒരു കുഞ്ഞിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും ആദ്യം സാധിക്കുക തന്റെ അമ്മയ്ക്ക്, ആ കുഞ്ഞിന്റെ അമ്മയ്ക്ക് തന്നെയാണ്. പുത്രന്റെ ശരീരരക്തങ്ങൾ വെച്ചു വിളമ്പി കാത്തിരിക്കുന്ന ഒരു ഹൃദയം, അതാണ് അമ്മയുടെ ഹൃദയം.